അവിടെ ഇരിക്കുമ്പോൾ ഇത് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയ കുട്ടിയുടെ തല പോലും കാണാനുണ്ടായിരുന്നില്ല. ഈ മുകൾ ഭാഗത്തെ ഒരു കറുപ്പ് നിറം മാത്രമാണ് അവിടെ ഇരിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിന് കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ കൃത്യമായും കേൾക്കുന്ന ഒരു വാക്ക് സിസ്റ്റം തകരാറിലാണ് എന്നാണ്. ഈ സിസ്റ്റം തകരാറ് ഇപ്പം പെട്ടെന്ന് സംഭവിച്ച ഒരു സംഗതിയല്ല. സിസ്റ്റം അടിമുടി തകരാറിലാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ സകല സിസ്റ്റവും തകരാറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോഡിയം വരുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് പുരുഷനാണ്. അയാൾക്ക് വേണ്ടി, അയാളെപ്പോലുള്ള പുരുഷന്മാർക്ക് വേണ്ടി, ഉയരം കൂടിയ ആളുകൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അയാളുടെ മനസ്സിൽ ഇവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ ഇല്ല. അത് സങ്കല്പിച്ചിട്ടേ ഇല്ല. പ്രസംഗിക്കാൻ വരുന്ന ഒരു സ്ത്രീ മനസ്സിലില്ലാത്ത തകരാറായ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ആ സിസ്റ്റമാണ് ഈ നാട്ടിൽ രാഷ്ട്രീയം ഡിസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേറെ വേറെ സംഘടനകൾ വേണ്ടി വന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി മതി. പല പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം സ്ത്രീകളും പുരുഷന്മാരും തുല്യമായി ഉണ്ടായാൽ മതി. പക്ഷേ പുരുഷൻ തകരാറോടുകൂടി ഡിസൈൻ ചെയ്ത സിസ്റ്റമാണ് രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ടതിൽ കാലങ്ങളോളം സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ സമരരംഗത്താണ് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞു, നമ്മൾ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് ധാരാളമായി സ്ത്രീകളാണ്. പക്ഷേ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അധികാരത്തിലേക്ക് വന്നപ്പോൾ ആ ഗാന്ധിജിയോടൊപ്പം നടന്ന സ്ത്രീകൾ പിന്നിലേക്ക് മാറി വീടുകളിലേക്ക് ഒതുക്കപ്പെടുകയും കസേരകളിലേക്ക്, അധികാരത്തിലേക്ക് പുരുഷൻ കടന്നു വരികയും ചെയ്യുകയാണ്. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും ഉള്ളതാണ്. അതിനെ മറികടക്കാൻ സ്ത്രീകൾ പുരുഷന്മാരെ തള്ളി മാറ്റിക്കൊണ്ട് സ്ത്രീകൾ മാത്രമായി സമരം ചെയ്താലല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചാലല്ലാതെ സ്ത്രീകൾക്ക് മാത്രമായി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കില്ല. ഞാനിപ്പോൾ ഈ പരിസ്ഥിതി സമരങ്ങളുടെ കാര്യം ഞാൻ അതിലാണ് കൂടുതലായി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു സമരമുണ്ട്, ചിപ്കോ മൂവ്മെൻറ്റ്. മരത്തിൽ കെട്ടിപ്പിടിച്ച് മരം മുറിക്കാതിരിക്കാൻ ഒരു പ്രത്യേക വിഭാഗം സ്ത്രീകൾ നടത്തിയ വലിയ പോരാട്ടമാണ്. ഇപ്പോൾ നമുക്ക് എത്ര പേർക്കറിയാം ആ സ്ത്രീകളുടെ പേര്? അതിന് ആ സ്ത്രീകൾക്ക് സഹായമായി ചില പുരുഷന്മാരുണ്ടാവുകയും അവർ പിന്നീട് ഈ സംസാരിക്കാൻ, അധികാര കേന്ദ്രങ്ങളെ സ്വാധീനിക്കാനൊക്കെ ശേഷിയുണ്ടാവുകയും ചെയ്യുമ്പോൾ പിന്നീട് അവർ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര് കുട്ടികളോട് ചോദിക്കുന്നതാണ്. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിന്ന് പറയുന്നത് സുന്ദർലാൽ ബഹുഗുണ. അദ്ദേഹം അതിലേക്ക് പിന്നീട് വന്ന ആളാണ്. ആലോചിക്കണം, അന്ന് സർക്കാരിൻ്റെ ഈ മരം മുറിയെ ഞങ്ങളുടെ കഴുത്തു പോയാലും തല പോയാലും വേണ്ടില്ല, ഞങ്ങൾ ഈ മരങ്ങൾ മുറിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സമരം, ചിപ്കോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാന്നാണ്. അപ്പോൾ അത് ചെയ്ത സ്ത്രീകൾ ശൂന്യതയിൽ വിലയം പ്രാപിച്ചു എന്നുള്ളതാണ്. എല്ലാ സംഗതികളിലും ഇങ്ങനെ സംഭവിക്കും. വലിയ പോരാട്ടം ആവശ്യമുള്ള, തകരാറുള്ള ഒരു സിസ്റ്റത്തോടാണ് നമ്മൾ പൊരുതി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് മാറി നിൽക്കേണ്ടി വരുന്നത്. എൻ്റെ ശബ്ദം മാത്രമല്ല, എന്നെ കൂടി നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച്. മുമ്പൊക്കെ നമ്മൾ അങ്ങനെയും വിചാരിക്കും, സ്ത്രീകളുടെ ഒരു രീതി എന്നെ കാണണ്ട എന്നാണ്. അപ്പം സ്ത്രീകൾക്ക് മാറി, എന്നെ കണ്ടോ, അതാണ്. അപ്പോൾ ആ മാറ്റത്തിന് ധൈര്യം വരികയാണ്. ഇത് തന്നെയാണ് മതത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അത് മറ്റൊരു തകരാറായ സിസ്റ്റമാണ്. അത് പുരുഷൻ ഡിസൈൻ ചെയ്തതാണ്. അധികാരം സ്ഥാപിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിന് മുന്നേ ദൈവവും മതവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മതം എന്നത് എത്ര മനോഹരമായിട്ടാണ് ഇപ്പോൾ അധികാരത്തിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മതവിശ്വാസവുമില്ലാത്ത, ഒരു ദൈവവിശ്വാസവുമില്ലാത്ത ദൈവനിഷേധികളായ കുറേ ആളുകൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശാസ്ത്രീയമായി ദൈവത്തെയും മതത്തെയും ഉപയോഗിച്ച് അന്യമത വിദ്വേഷമുണ്ടാക്കി
വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ മൈക്കാണ് ഈ പോഡിയമാണ് ഈ സകല പ്രശ്നം ഉണ്ടാക്കിയത്. നമ്മളുടെ വിഷയം സത്യത്തിൽ അതല്ല. എന്നോട് തൊഴിലിടത്തിലെ ചൂഷണത്തെപ്പറ്റി സംസാരിക്കാനും പറഞ്ഞിരുന്നില്ല. എനിക്ക് സത്യത്തിൽ പറയാനുള്ളത്, ഏത് ചൂഷണത്തിനെയും നമ്മൾ മറികടക്കേണ്ടത് എങ്ങനെ എന്നുള്ള ആലോചനയാണ് ഉണ്ടാകേണ്ടത്. ചൂഷണത്തെപ്പറ്റി സംസാരിക്കണം, തിരിച്ചറിയണം, അത് വളരെ പ്രധാനമാണ്. ആ തിരിച്ചറിവുള്ളവർക്കേ അതിനെ മറികടക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന്, നമുക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന്, നമുക്ക് അധികാരവും അംഗീകാരവും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് വന്ന കുറേ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾക്കറിയാം അവർ അധികാരം നഷ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിയവരാണ് എന്നുള്ളത്. ഇപ്പം ഈ വിഷയത്തിൽ എല്ലാത്തരം ചൂഷണങ്ങളെയും ചെറുക്കാനുള്ള ഒരു വഴിയാണ് എല്ലായിടത്തും സ്ത്രീകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇന്നലെ സംസാരിച്ചപ്പോൾ നിവേദിത പറഞ്ഞൊരു കാര്യമുണ്ട്. വൈകുന്നേരങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾ അവിടേക്ക് പോകാത്തത് അവിടങ്ങളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നാണ്. എന്ത് അപകടമാണ്? അവിടെ ഒരു തെരുവ് നായയല്ല, ഒരു കുത്താൻ വരുന്ന കാളയല്ല, അവിടെ ഒരു പുരുഷനാണ്. സംസ്കാരശൂന്യനായ ഈ പുരുഷനെ ഭയക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ വൈകുന്നേരങ്ങൾ, രാത്രികൾ അന്യമായി പോകുന്നത്. അതിനെ ചെറുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ വൈകുന്നേരങ്ങൾ, രാത്രികൾ അസമയങ്ങളാണ് എന്ന് തീരുമാനിക്കുകയല്ല വേണ്ടത്, അവിടേക്ക് നമ്മൾ പരക്കുകയാണ് വേണ്ടത് എന്നാണ്. വൈകുന്നേരങ്ങളിൽ ഈ തെരുവിൽ സ്ത്രീകളുണ്ടായാൽ അയാൾ ധിക്കാരി അല്ലാതാവും, അയാൾക്ക് അന്തസ്സോടുകൂടി പെരുമാറേണ്ടി വരും. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ പരക്കുക, എല്ലായിടങ്ങളിലേക്കും പരക്കുക. ആ പരപ്പ് കൊണ്ടാണ് നമ്മൾ ഈ പുരുഷൻ്റെ ധിക്കാരത്തെ, ആധിപത്യത്തെ, തൻ്റെ ഇടത്തെ ഒക്കെ ചെറുക്കേണ്ടത്. ആ പരപ്പിൻ്റെ അടുത്ത ഘട്ടമാണ് അധികാരത്തിലേക്ക് കയറി വരിക എന്നുള്ളത്. രാഷ്ട്രീയ അധികാരത്തിലേക്ക് സ്ത്രീകൾ എത്തുന്നത് തടയാൻ വലിയ തോതിൽ പുരുഷന്മാർ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇക്കാലം അത്രയും രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകളില്ലാതെ പോയത്. നമുക്കറിയാവുന്നതാണ്, 1952 ലോക്സഭ, ഒന്നാം ലോക്സഭ വരുമ്പോൾ അതിൽ 5% സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. 70-ലധികം വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 13%. എന്തൊരു വികസനമാണ് എന്നാലോചിക്കണം. നമ്മൾ വലിയ തോതിൽ രാഷ്ട്രീയ പ്രബുദ്ധരായി വരികയാണ് രാജ്യത്തെ മനുഷ്യർ, വിദ്യാസമ്പന്നരായി വരികയാണ് മനുഷ്യർ. ആ വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് ഇപ്പോൾ 13% പ്രാതിനിധ്യമാണ് ഈ ലോക്സഭയിലുള്ളത്. അത്ര ദയനീയമായ അവസ്ഥയിലേക്ക് സ്ത്രീകളെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്നുള്ളതിന് 1% പ്രാധാന്യമില്ലാതിരിക്കുകയും രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള കലഹത്തിൽ, അവർ തമ്മിലുള്ള വാക്പോരിൽ, അവർക്കിടയിലുള്ള ഗുസ്തിയിൽ നമ്മൾ നേരം വെളുക്കുമ്പോൾ മുതൽ ഈ ചാനലുകളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാലാകാലങ്ങളായി പറയുന്നത് രണ്ട് സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ, അങ്ങനെ പറയല്ലോ, 2 തല യോജിക്കും 4 മുല യോജിക്കില്ല എന്നാണ്. നമുക്ക് കൃത്യമായി അറിയാം, 4 അല്ല 40 അല്ല 40,000 മുലകൾ ഒരു പ്രശ്നവുമില്ലാതെ ഒന്നിച്ചു നിൽക്കും. അതിൻ്റെ ഒരു സൂചനയാണ്, തെളിവാണ് ഈ നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സാധനം. ഈ കേരളത്തിൽ ഉണ്ടാക്കിയ കുടുംബശ്രീ പുരുഷന്മാരുടേതായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 400 കുടുംബശ്രീ യൂണിറ്റുകൾ ഇപ്പോൾ ഉണ്ടായിരുന്നേനെ. കേരള കുടുംബശ്രീ 1, കേരള കുടുംബശ്രീ 2 എന്ന് പറഞ്ഞിട്ട് ഉണ്ടായേനെ. ഈ തമ്മിൽ തല്ലും അധികാര വടംവലിയും പരസ്പരമുള്ള എന്താണ് നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ നടക്കുന്നത്? ഈ കാണുന്നത് എന്താണ്? നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇന്നിങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അത് പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് പറഞ്ഞില്ലേ. ഇതല്ലാതെ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള എന്ത് കാര്യമാണ്, പുരോഗമനപരമായ എന്ത് ചർച്ചയാണ് അവിടെ നടക്കുന്നത്? വളരെ കുറവാണ്. അപ്പോൾ ആ ദിശയിൽ സ്ത്രീകൾക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം പൊതുവെ സ്ത്രീയും പുരുഷനും ഒക്കെ വിചാരിച്ചു വെക്കുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തോ കുറേ തമ്മിത്തല്ല്, കോലാഹലം, അടിപിടി, വയലൻ്റായ സമരങ്ങൾ, സംഘർഷങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് എന്ന്. അപ്പം ഈ അധികാര സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരാതിരിക്കാനുള്ള വലിയ ജാഗ്രത
അറിഞ്ഞും അറിയാതെയും പുരുഷ രാഷ്ട്രീയ നേതൃത്വം ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീകൾ എപ്പോഴും ഇതാവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കാണണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് അധികാരം വേണ്ട എന്ന് പറയാനും സ്ത്രീകൾക്കൊരു ഉള്ളിലൊരു എന്താ പറയണ്ട, അതാണ് അന്തസ്സ് എന്ന് സ്ത്രീ വിചാരിച്ചു പോവുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു സീറ്റ് വേണം എന്ന് പറയാൻ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ചില രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്. അവർ പറയുന്നത്, ടീച്ചറെ സംസാരിക്കുമ്പോൾ എൻ്റെ കാര്യം കൂടി ഒന്ന് പറയണേ. ഞാൻ പറയും, എന്തുകൊണ്ട് ധൈര്യസമേതം എനിക്കൊരു സീറ്റ് വേണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ? അത് പറഞ്ഞാൽ നമുക്ക് സീറ്റ് വേണമെന്നല്ല, നിങ്ങളോട് ഒരു രസകരമായ കാര്യം പറയാം. തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംഘടനയുടെ പേര്. ഈ സംഘടന ഉന്നയിക്കുന്ന വിഷയം രാഷ്ട്രീയ പാർട്ടികളിൽ ധാരാളം സ്ത്രീകളുണ്ട്, മികച്ച സ്ത്രീകളുണ്ട്, ആ സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്നാണ്. അത് കേൾക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും സ്ത്രീകൾ വലിയ ആവേശത്തിലാണ്. ഭയങ്കര സന്തോഷമാണ് അവർക്ക്, നമ്മളോട് വലിയ ഇഷ്ടവും ബഹുമാനവുമാണ്. പക്ഷേ ഒരിടത്ത് പോലും അവരത് പറയില്ല. പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതുകൂടി എങ്ങനെയുണ്ട്. അപ്പം ഞങ്ങൾ കാസർഗോഡ് മുതൽ പല സ്ഥലങ്ങളിൽ ഈ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങുകൾ നടത്തി. ഒരിടത്ത് പോലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ത്രീ പ്രതിനിധികൾ, നമ്മളോട് സൗഹൃദമുള്ള ചില ആളുകൾ, ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ പെൺ മെമ്മോറിയൽ വെച്ചിരുന്നു, അതായത് സ്ത്രീകൾക്ക് ഈ സീറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിൽ പങ്കെടുക്കാൻ ചില സ്ത്രീകൾ വന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരായ സ്ത്രീകൾ. അവർ പ്രത്യേകം പറഞ്ഞു, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധി അല്ല ഞങ്ങൾ എന്ന്. അവർക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത്. അത് മറികടക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ, കേരളത്തിൽ 10% സ്ത്രീ MLA പോലും ഇല്ല. ഈ 140-ൽ 11 MLA ഉണ്ടായിരുന്നത്. 11 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 10 വനിതകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് PT തോമസ് മരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിച്ചതുകൊണ്ട്, ഉമാ തോമസ് വന്നതുകൊണ്ട് 11 ഇപ്പോൾ വീണ്ടും അത് 10 കാനത്തിൽ ജമീല മരണപ്പെട്ടതുകൊണ്ട്. ഒരേ ഒരു മുസ്ലിം സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ. അവർ മരണപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ നിയമസഭയിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല. സ്ത്രീകൾ ഇപ്പോൾ വീണ്ടും 10 മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ദയനീയമായ അവസ്ഥ എങ്ങനെ വരുന്നു എന്ന് ഇത് മറികടക്കുമ്പോൾ, അധികാരസ്ഥാനത്ത് രാഷ്ട്രീയ അധികാരത്തിൽ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ, തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് മാറ്റം വരും. അതാണ് നേരത്തെയും നമ്മുടെ ജയദേവിക പറഞ്ഞത്. 1940-കളിൽ പുരുഷന്മാർ ഭൂരിപക്ഷവും ജയിലിലായിരുന്ന കാലത്ത് സ്ത്രീകൾക്ക് ഈ തൊഴിലാളി സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധിച്ചപ്പോൾ അവർ കുറെ കൂടി മനോഹരമായ നിയമങ്ങൾ ഉണ്ടാക്കി എന്നാണ്. ഇന്നലത്തെ ഉദ്ഘാടന സമ്മേളനത്തിലും പറഞ്ഞത് ഇതാണ്. ലോകത്ത് വിവിധ രാഷ്ട്രങ്ങളിൽ സ്ത്രീകൾ അധികാര കേന്ദ്രങ്ങളിൽ എണ്ണത്തിൽ കൂടുതലുള്ള ഇടങ്ങളിൽ കാര്യങ്ങൾ കുറെ കൂടി മനോഹരമാണ്. നമുക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നമ്മുടെ ഒരു സ്വപ്നമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും സ്ത്രീകളാണ് അധികാരികൾ. മിക്കയിടത്തും 50% അധികം സ്ത്രീകളാണ്. അവിടെയാണ് ജാതിയോ മതമോ ഇല്ലാത്തത്. അവിടെയാണ് രാജ്യങ്ങൾക്ക് അതിർത്തി തർക്കങ്ങളില്ലാത്തത്. അവിടെയാണ് പട്ടാളം പോലും ഇല്ലാത്തത്. അതിന് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവരാണ്. അപ്പോൾ ഈ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും കൂടി നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിച്ചു എന്ന് എനിക്കറിയാം. പിന്നെ ഒരു ഔപചാരികമായ ഒരു പ്രയോഗമാണല്ലോ അങ്ങനെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്ന്. അപ്പം അതുകൊണ്ട് അതങ്ങ് പറഞ്ഞതാണ്. നമ്മൾ സ്ത്രീകൾ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാൻ വളരെ കൃത്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ 3 വിഷയങ്ങൾ നമ്മളിവിടെ വെച്ചതിൻ്റെ കൂടെ കൃത്യമായും അതുകൂടി വേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിമർശനം. അധികാരത്തിൽ തുല്യമായി ഇപ്പോൾ 33% എന്നുള്ളത് 2023-ൽ പാസ്സാക്കി വെച്ചു എന്ന് ആലോചിക്കണം. സ്ത്രീകളെ എങ്ങനെയെല്ലാമാണ് കബളിപ്പിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. 2023-ൽ മോഡി വലിയ അന്തസ്സോടുകൂടി വനിതാ സംവരണ ബില്ല് അങ്ങോട്ട് പാസ്സാക്കി.
2024 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അക്കാര്യമേ സംസാരിക്കുന്നില്ല. അതിനു മുന്നേ അതിനകത്ത് എഴുതി ചേർത്തത് എന്താണ്? ജനസംഖ്യാ കണക്കെടുപ്പ്. എത്ര ശാസ്ത്രീയമായിട്ടാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സ്ത്രീകളെ കബളിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കിയാൽ അത് നടപ്പാക്കുകയാണ് വേണ്ടത്. നടപ്പാക്കാതിരിക്കാൻ കണ്ടുപിടിച്ച വഴിയാണ് ഇനി നമ്മൾ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തട്ടെ, അപ്പോൾ എത്ര സ്ത്രീകളുണ്ടെന്നറിയാലോ. അവിടെയും തീർന്നില്ല. അങ്ങനെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നതിന് ശേഷം മണ്ഡലങ്ങൾ പുനർനിർണയിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ആലോചിക്കാം. നമുക്കുറപ്പാണ് 2029 പോലും അത് സംഭവിക്കില്ല. ജനസംഖ്യാ കണക്കെടുപ്പിന് വലിയ പ്രതിസന്ധികളുണ്ട്. ഈ ജാതി സെൻസസ് കൂടി അതിൻ്റെ കൂടെ വരും എന്നുള്ളത് കൊണ്ട് ശക്തമായി അതിനെ ബ്ലോക്ക് ചെയ്യും. ഇനി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നു എന്ന് വിചാരിക്കുക, മണ്ഡല പുനർനിർണയം അംഗീകരിക്കുമോ? സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെല്ലാം വലിയ തോതിൽ എതിർക്കും അതിനെ. കേരളത്തിന് ഇപ്പം തന്നെ 20 ഉള്ളൂ MP മാർ, അത് വീണ്ടും കുറയും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ശാസ്ത്രീയമായ ജനന നിയന്ത്രണം നടത്തിയതുകൊണ്ട് എണ്ണം വലിയ തോതിൽ കൂടിയിട്ടില്ല. അപ്പം നമുക്ക് മണ്ഡലങ്ങൾ MP മാരുടെ എണ്ണം വീണ്ടും കുറയും. അതുകൊണ്ട് നമ്മളതിനെ എതിർക്കും. ഇത്തരത്തിൽ പല വിയോജിപ്പുകൾ, എതിർപ്പുകൾ വന്ന് 2029 പോലും സ്ത്രീകൾക്ക് 33% തരണ്ട എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയ സമയത്ത് BJP സർക്കാരാണല്ലോ പാസ്സാക്കുന്നത്. ഈ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവരാണ് കോൺഗ്രസും CPM-ഉം മറ്റ് സകല സംഘടനകളും. അതായത് കേരളത്തിലുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇന്ത്യ മുന്നണിയിലുണ്ട്, BJP ഒഴിച്ചുള്ളതൊക്കെ. ഇവരെല്ലാവരും കൂടി അന്ന് വലിയ ബഹളമായിരുന്നു. ഒരു കണ്ടീഷനും വയ്ക്കാൻ പാടില്ല, ഇപ്പം തന്നെ അത് പാസ്സാക്കി നടപ്പാക്കണം, 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ സംവരണം നടപ്പാക്കണം എന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ വലിയ ബഹളമുണ്ടാക്കിയ ആളുകളാണ് ഈ നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ, കേരളത്തിലുള്ള CPM-കാർ, കേരളത്തിലുള്ള CPI-കാർ, സകല ആളുകളും. അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ ഈ സകല പാർട്ടിക്കാരുടെയും ആഫീസുകൾ കയറി ഇറങ്ങി പറഞ്ഞു, അവർക്ക് എഴുതി കൊടുത്തു, നിങ്ങൾ അവിടെ പറഞ്ഞത് അന്തസ്സായിട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെങ്കിൽ നിയമം വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിലെ പെണ്ണുങ്ങൾക്ക് കൊടുത്തൂടെ? അതിന് പറഞ്ഞ ന്യായങ്ങളൊന്നും ഇപ്പം എനിക്കിവിടെ പറയാൻ പറ്റില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മൾ ആവർത്തിക്കുന്നു, 33% സീറ്റുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരവരുടെ പാർട്ടിയിലെ സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ. അങ്ങനെ നീതിയുടെ, തുല്യതയുടെ ഒരു തലത്തിൻ്റെ ആദ്യത്തെ പടിയിലേക്ക് അവർ വരാനുള്ള അന്തസ്സ് കാണിക്കട്ടെ. എന്തായാലും മഹിളാ സാംസ്കാരിക സംഘടനയുടെ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനും എന്നെ സംസാരിക്കാൻ അനുവദിച്ചതിനും കേട്ടതിനും നന്ദി. നമസ്കാരം.